വയനാട്ടിൽ ചെറുവിമാനത്താവളത്തിനായി സർക്കാർ നടപടികൾ ആരംഭിച്ചു. അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനും സാധ്യതാ പഠനത്തിനും കൺസൾട്ടൻസിയെ നിയോഗിക്കാനൊരുങ്ങുകയാണ് സർക്കാർ. ഇതിനായി ഗതാഗത സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സിയാൽ മാതൃകയിൽ സർക്കാരിന് പങ്കാളിത്തമുള്ള വിമാനത്താവളമായിരിക്കും വയനാട്ടിലേത്. മറ്റു വിമാനത്താവളവുമായി ബന്ധപ്പെടുത്തി ഫീഡർ എയർപോർട്ട് എന്ന രീതിയിലായിരിക്കും വയനാട് ചെറുവിമാനത്താവളം പ്രവർത്തിക്കുക. നിർമ്മാണത്തിനായി 250 കോടി രൂപയാണ് ഏകദേശ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം ഫ്ലൈയിംഗ് ക്ലബ് രൂപീകരിച്ച് പ്രവർത്തിക്കും. എയർ ട്രാഫിക്, ടൂറിസം സാധ്യത, കാർഷിക മേഖലയ്ക്കുള്ള പ്രയോജനം തുടങ്ങിയ കാര്യങ്ങളിൽ ആദ്യഘട്ടത്തിൽ സാധ്യതാ പഠനം നടത്തും. ഇതിനായി കൺസൾട്ടൻസിയെ ഏൽപ്പിക്കാനാണ് തീരുമാനം. വിമാനത്താവളത്തിനുള്ള യോഗം ട്രാൻസ്പോർട്ട് സെക്രട്ടറി ബിജു പ്രഭാകരനുമായി കൂടിക്കാഴ്ച നടത്തി. കൺസൾട്ടൻസിയെ നിയോഗിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് പറഞ്ഞു. കൺസൾട്ടൻസിക്കായി 2 കോടി രൂപ അനുവദിക്കാൻ തീരുമാനമായതായി വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ചാൻസ് യോഗ്യമായ സ്ഥലം എന്ന് പറയുന്നത് കൽപ്പറ്റ ടൗണിനടുത്തുള്ള പ്ലേസ് ആണ്. അവർക്ക് വേണ്ടത് 1 കിലോമീറ്ററും 1.6 കിലോമീറ്റർ ദൂരമുള്ള ഒരു വൺവേ ട്രാക്കും അതിന് വീതി 60 മീറ്ററുള്ള വീതിയാണ് അവർ ആവശ്യപ്പെട്ടത്. ആ സ്ഥലം അവിടെ കണ്ടു, അവർക്കത് ബോധ്യപ്പെട്ടില്ല. ഇനി അതിനുള്ള വിശദമായ സർവേ നടത്താൻ പോകുന്നേ ഉള്ളൂ. കാരാപ്പുഴ, ചേലോട്ട് എസ്റ്റേറ്റ്, വാര്യാട് എസ്റ്റേറ്റ് തുടങ്ങിയ സ്ഥലങ്ങളും ബൈപ്പാസിന് സമീപമുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റുമാണ് പരിഗണനയിലുള്ളത്. കേരള വിഷൻ ന്യൂസ്, വയനാട്.